സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിൽ കർഷക ആത്മഹത്യ വർദ്ധിക്കുന്നത് കടുത്ത ആശങ്കയുണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാലക്കാട് നെന്മാറയിൽ നെൽ കർഷകനായ സോമൻ ആത്മഹത്യ ചെയ്ത സംഭവം വേദനാജനകമാണ്. നെൽ കർഷകനായ സോമന് വിവിധ ബാങ്കുകളിൽ ലക്ഷങ്ങളുടെ വായ്പാ കുടിശ്ശികയുണ്ടായിരുന്നു. കൃഷിനാശവും സാമ്പത്തിക ബാധ്യതയുമാണ് ആ കർഷകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളും കാർഷിക മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും കേരളത്തിലെ കർഷകരെ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. യഥാസമയം സംഭരിച്ച നെല്ലിന് തുക നൽകാത്തത് നെൽകർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ഉഷ്ണതരംഗത്തിലും അതിതീവ്ര മഴയിലും 1000 കോടിയിലേറെ രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായിട്ടും ഒരു സഹായവും നൽകാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രകൃതി ദുരന്തത്തിനിടയിലും ബാങ്കുകളിൽ നിന്നുള്ള ജപ്തി നോട്ടീസുകൾ കർഷകർ ഉൾപ്പെടെയുള്ള പാവങ്ങളുടെ വീടുകളിലേക്ക് പ്രവഹിക്കുകയാണ്. എന്നിട്ടും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് പോലുമില്ലെന്നത് അത്ഭുതമാണ്. നെൽ കർഷകർക്ക് യഥാസമയം പണം നൽകുന്നതടക്കം കാർഷിക മേഖലയിൽ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണം. പ്രകൃതി ദുരന്തവും കൃഷിനാശവും കണക്കിലെടുത്ത് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. പ്രതിസന്ധി നേരിടുന്ന കർഷക സമൂഹത്തിനായി അടിയന്തരമായി സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.